ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, അനുഗ്രഹീതമായ ഒരു ദിവസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പോലെ അനുഗ്രഹീതമായ പരിശുദ്ധ നോമ്പിൻ്റെ അനുഭവത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അനുദിന ജീവിതത്തിൽ നാം നമ്മുടെ പ്രയാണത്തിൽ, യാത്രയിൽ പലപ്പോഴും ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ ദൈവത്തിൻ്റെ സമയം നാം പലപ്പോഴും വൃഥാവിൽ ചെലവഴിക്കുന്നു എന്ന ചിന്ത എൻ്റെ ഉള്ളിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ദൈവമക്കളെ, നാം ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പങ്ക് തീർച്ചയായും ഈശോ അന്വേഷണത്തിനായി മാറ്റിവെക്കണം. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 7-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടും, യാചിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും. നാം അന്വേഷിക്കേണ്ടത് ആരെയാണ്? പീലിപ്പോസ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നഥാനിയേലിനോട് ചോദിക്കുന്നു, നീ ആരെ അന്വേഷിക്കും? നഥാനിയേൽ പറയുന്നു, നസറത്തിൽ നിന്നുള്ളവനെ, ഈശോയെ എന്ന്. പീലിപ്പോസ് നൽകുന്ന പ്രതിവാക്യം മറുപടി അർത്ഥവത്താണ്. പീലിപ്പോസ് പറയുന്നത്, വന്ന് കാണുക. ഈശോയുടെ അടുക്കിലേക്ക് വരുവാനുള്ള ഒരാഗ്രഹം നമുക്കുണ്ടാകണം. അത് ഉണ്ടാക്കിയെടുക്കാനുള്ള അവസരമാണ് പരിശുദ്ധ നോമ്പ്. പലതും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പണം, പ്രതാപം, മറ്റ് പല സൗകര്യങ്ങൾ, ഇവയെല്ലാം വന്നു ചേരുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ദൈവമക്കളെ, യേശു നമ്മിലേക്ക് വരുവാൻ, യേശു നമ്മിലാകുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ട്. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കേൾക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ പോലെ ആകുവാൻ, എനിക്ക് യേശുവിനെ പോലെ ആകും. യേശുവിൻ്റെ വാക്ക് കേൾക്കണം. ഇത് കേൾക്കണമെങ്കിൽ വന്ന് കാണുക, വന്ന് യേശുവിനോടൊത്ത് വസിക്കുക. നഥാനിയേൽ യേശുവിനോടൊപ്പം പോയി താമസിച്ചു. അവൻ പ്രകാശമുള്ളവനായി മാറി. നിക്കോദേമോസ് അന്ധകാരത്തിൻ്റെ അവസ്ഥയിൽ, തൻ്റെ പാപത്തിൻ്റെ അവസ്ഥയിൽ, അന്ധകാരം പാപമാണ്, പഴയ മനുഷ്യനാണ്. ഈ പഴയ മനുഷ്യനെയും കൊണ്ട് യേശുവിനെ കാണുവാൻ പുറപ്പെട്ടു. അവൻ കടന്നു കഴിഞ്ഞ് യേശുവിനെ കണ്ട് യേശുവുമായുള്ള സംസർഗത്തിൽ അവൻ പ്രകാശമുള്ളവനായി മാറി, പുതിയൊരു മനുഷ്യനായി മാറി. ഈ നിക്കോദേമോസ് യേശുവിൻ്റെ ദിവ്യ ശരീരം സംസ്കരിക്കുമ്പോൾ 100 റാത്തൽ കുന്തിരിക്കവുമായി ഈശോയെ സംസ്കരിക്കുവാൻ കടന്നു വരുന്ന ആ മാറ്റത്തിൻ്റെ അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിലേക്ക് കടന്നു വരുവാൻ നാം ആഗ്രഹിക്കണം. കടന്നു വന്നാൽ നമ്മുടെ ജീവിതം മാറും. പരിശുദ്ധ നോമ്പ് യേശുവിലേക്ക് കടന്നു വരുവാനും വന്നു കാണുവാൻ ഈശോയെ വിശുദ്ധ ബലിയിലൂടെ, പരിശുദ്ധമായ വചന ശുശ്രൂഷയിലൂടെ, മറ്റിതര നന്മയുടെ ശുശ്രൂഷയിലൂടെയൊക്കെയാണ് യേശുവിനെ വന്ന് കാണുവാൻ സാധിക്കുന്നത്. വിശുദ്ധ മത്തായി സുവിശേഷം 25-ൽ 35 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ എന്താ വായിക്കുന്നത്? യേശുവിനെ കാണുന്നത് എവിടെയാണ്? എനിക്ക് വിശന്നപ്പോൾ ഭക്ഷണം തന്നെങ്കിൽ നീ എന്നെ കണ്ടു, കുടിക്കാൻ വെള്ളം തന്നെങ്കിൽ നീ എന്നെ കണ്ടു, എന്നെ ശുശ്രൂഷിക്കുന്നെങ്കിൽ കരാഗ്രഹത്തിൽ വന്ന് കണ്ടെങ്കിൽ, എന്നെ രോഗിയായപ്പോൾ സന്ദർശിച്ചെങ്കിൽ ഒക്കെ നീ എന്നെ വന്ന് കാണുകയായിരുന്നു. ഈ ഒരു അനുഭവം
നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. യേശുവിനെ കാണുവാൻ, യേശുവിനെ കേൾക്കുവാൻ, യേശുവിനെ കൂടുതൽ അറിയാനുള്ള അവസരമാണ് പരിശുദ്ധ നോമ്പിൻ്റെ അവസരം. നമുക്ക് കൂടുതൽ ആത്മീയതയിലേക്ക്, ദേവാലയ ആഗമനത്തിലേക്ക്, ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടി നിഷ്കാസനം ചെയ്ത് യേശു ക്രിസ്തുവാകുന്ന പുതിയ മനുഷ്യനെ, സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് നിറഞ്ഞ പുതിയ മനുഷ്യനെ ധരിക്കാം. 1 തെസ്സലോനിയർ 4:10 പൗലോസ് ശ്ലീഹ പറയുന്നത്. ആകയാൽ ദുരാശയാൽ കലുഷിതനായ പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടി നിഷ്കാസനം ചെയ്ത് യേശു ക്രിസ്തുവിനെ സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് നിറഞ്ഞ മനുഷ്യനെ, പുതിയ മനുഷ്യനെ ധരിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോയ്ക്ക് വേണ്ടി നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയം നീക്കിവെക്കാം. യേശു നമ്മളെയും കരുതുമാറാകട്ടെ.